ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ ആദ്യ സംഘം ജിദ്ദയിലെത്തി. 430 തീർത്ഥാടകരുമായി കൊച്ചിയിൽ നിന്നുള്ള വിമാനമാണ് ജിദ്ദയിലെത്തിയത്. മക്കയിലേക്ക് ബസ് മാർഗം പോകുന്ന ഹാജിമാർ ഇന്ന് ഉംറ കർമ്മം പൂർത്തിയാക്കും. 13,194 മലയാളി ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിനെത്തുക. കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള തീർത്ഥാടകരും വരും ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ജിദ്ദയിൽ നിന്ന് സാബിത്ത് സലീം നൽകും. സാബിത്ത്, എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഹാജിമാർക്കായി അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്? സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കീഴിലുള്ള ആദ്യ സംഘം തീർത്ഥാടകർ അല്പസമയം മുമ്പാണ് ജിദ്ദ വിമാനത്താവളത്തിലെത്തിയത്. ഫ്ലൈനാസിന്റെ വിമാനത്തിൽ 430 തീർത്ഥാടകരാണ് ആദ്യ സംഘത്തിലുള്ളത്. വിമാനത്താവളത്തിലെത്തിയ ഹാജിമാർ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മക്കയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. മക്കയിലെത്തുന്ന തീർത്ഥാടകർ അല്പസമയം വിശ്രമിച്ച ശേഷം ഉംറ കർമ്മങ്ങൾക്കായി ഹറമിലേക്ക് പുറപ്പെടും. 13,000-ലേറെ തീർത്ഥാടകരാണ് ഇത്തവണ കേരളത്തിൽ നിന്നും ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്നത്. 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നായി ഹാജിമാർ യാത്ര തിരിക്കും. അതോടൊപ്പം ഇന്ന് ജിദ്ദ വിമാനത്താവളത്തിലെത്തിയ ആദ്യ സംഘം തീർത്ഥാടകർക്ക് ഊഷ്മള സ്വീകരണമാണ് ജിദ്ദ വിമാനത്താവളത്തിൽ ലഭിച്ചത്. ജിദ്ദയിൽ സന്നദ്ധ വളണ്ടിയർ സംഘങ്ങളെല്ലാം തന്നെ ഹാജിമാരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. അതോടൊപ്പം ഹജ്ജ് മിഷന്റെ ചുമതലയുള്ള കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം എംബസി ഉദ്യോഗസ്ഥരും കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയുടെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ ഹാജിമാരെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. അടുത്ത ദിവസങ്ങളിലും മലയാളി ഹാജിമാരുടെ വരവ് തുടരും. മെയ് 19 വരെയാണ് കേരളത്തിൽ നിന്നുള്ള ഹാജിമാരുടെ യാത്രകൾ ക്രമീകരിച്ചിട്ടുള്ളത്. നിലവിൽ തന്നെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ മക്കയിലെത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും 100 കണക്കിന് വിമാനങ്ങളിലാണ് ഹാജിമാർ എത്തുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്കിലേക്ക് പോകും. നാളെ വെള്ളിയാഴ്ചയാണ്. സ്വാഭാവികമായും ആദ്യം എത്തിയ മലയാളികൾക്ക് നാളെ തന്നെ ഹറമിൽ ജുമാ നമസ്കരിക്കാൻ സാധിക്കും. ആദ്യ സംഘമാണ് ജിദ്ദയിൽ എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് സാബിത്താണ്.